അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മരണവാർത്തയാണ്. നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന 2 മരണവാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കൾ നിസാര കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിന് ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. ഈ ഒരു പൊന്നുമോളാണ് മരണപ്പെട്ടു പോയത്. മലപ്പുറം കൊണ്ടോട്ടി കുഴിമണ്ണ് കാരാട്ടുപറമ്പിൽ മൂസ സാഹിബ് ഫാത്തിമ ദമ്പതികളുടെ മകൾ MK നജിലയുടെ മരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത്. നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചാണ് ആ പൊന്നുമോള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നിസാര കാരണങ്ങൾ കൊണ്ടാണ് ആ പൊന്നുമോള് മരണപ്പെട്ടു പോയത്. എല്ലാവരും ദുആ ചെയ്യണം. പനിബാധയെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് ഈ പൊന്നുമോള് മരണപ്പെട്ടു പോയത്. നിസാര പനി പോലും നമ്മുടെ മക്കളുടെയൊക്കെ ജീവനെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം പനി ബാധിച്ച് ചികിത്സയിലായിരിക്കെയാണ് ഈ പൊന്നുമോള് മരണത്തിന് കീഴടങ്ങിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളെയും ഞങ്ങൾക്കറിയാവുന്നതാണ്. അവരുടെ മനസ്സ് നമ്മൾ തൊട്ടറിഞ്ഞതാണ്. ചില മാതാപിതാക്കളുടെതൊക്കെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്കൊക്കെ പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം പടച്ച റബ്ബ് റാഹത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബ് ഈ പൊന്നുമോളുടെ ഖബർ വിശാലമാക്കി സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. മഹ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. നല്ല മിടുമിടുകിയായ കുട്ടിയായിരുന്നു. ഒഴുകൂർ ക്രസൻറ്റ് ഹൈസ്കൂളിലാണ് ഈ പൊന്നുമോള് പഠിക്കുന്നത്, 9ാം ക്ലാസ്സിൽ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. നമുക്ക് അവസാനം ദുആ ചെയ്യേണ്ടതുണ്ട്. വേറൊരു മരണം എന്ന് പറയുന്നത് ഈ ഒരു ഉമ്മയുടെ മരണമാണ്. ഈ ഉമ്മക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇവരുടെ മരണവാർത്ത ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്. തൂണേരി പ്രദേശത്ത് നിന്നും ദിവസങ്ങളായി ഈ ഉമ്മയെ കാണാതായിട്ട്. പരിങ്ങത്തൂർ സ്വദേശിനി മുംതാസ് 50 വയസ്സ്. കുറേ ദിവസങ്ങളായി കാണാതായ ഇവരെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. യാ അല്ലാഹ്, വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത്. അവർ വീട് വിട്ട് ഇറങ്ങിയതാണത്രേ. സഹോദരിയുടെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അങ്ങനെ അവർ ഈ മാസം 10-ാം തീയതി ആ വീട് വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. പിന്നെ അവരെക്കുറിച്ച് യാതൊരു അഡ്രസ്സുമില്ല. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. തിരിച്ചു വരുമെന്ന് കരുതി ഒരുപാട് കാത്തുനിന്നു. അങ്ങനെ പോലീസിൽ പരാതി നൽകി. അങ്ങനെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും അവിടെയുള്ള നാട്ടുകാരും ഇവരെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു. പല ഭാഗങ്ങളിലും പല ഇടങ്ങളിലും ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഒടുവിൽ ഇവരെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവരുടെ തന്നെ സമീപത്തെ പുഴയിൽ മരിച്ച നിലയിൽ മയ്യത്ത് കാണപ്പെടുകയായിരുന്നു. എന്തിനായിരുന്നു ഇവർ വീട് വിട്ടിറങ്ങിയതെന്നൊന്നും നമുക്കറിയില്ല. പടച്ച റബ്ബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. മഹ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. മരണപ്പെട്ടവർ പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. നമുക്കിനി അവർക്ക് ചെയ്യാനുള്ളത് അവർക്ക് മഹ്ഫിറത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. മഹ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.